എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല നാടൻ നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെല്ലിക്കായും കാന്താരി മുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒപ്പം നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ നെല്ലിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെല്ലിക്ക ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആ പുളിയും രുചിയും ഒക്കെ അനുസരിച്ചിട്ട് വേണം ഇതിനുള്ള തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ നെല്ലിക്ക നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ചെറിയ ഉള്ളിയാണ്. പിന്നെ വേണ്ടുന്നത് കുറച്ച് കാന്താരിമുളകാണ്. കാന്താരിമുളക് ചേർക്കുമ്പോൾ ഈ ചമ്മന്തിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 5-6 കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നെല്ലിക്കയുടെ പുളിക്കും രുചിക്കും ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞു പോകും. അപ്പം ഞാനൊന്ന് പകുതി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാന്താരിമുളകോ പച്ചമുളകോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടി എടുക്കാം. അപ്പോൾ അത് കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ ഉരുട്ടി എടുക്കുമ്പം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, കപ്പയുടെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഈ നെല്ലിക്ക ചമ്മന്തി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നെല്ലിക്കയൊക്കെ കിട്ടാനും ഉണ്ടല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാം. ഒപ്പം ഈ റെസിപ്പി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.